നിസ്സാരം ഒരു ക്യൂരിയോസിറ്റി, ഒരു സയന്റിഫിക് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് സ്ഥാപിതമായതാണ് AI സ്ഥാപനമായ ചൈനയുടെ സ്വന്തം ഡീപ്സീക്ക്. 2023 മെയ് മാസത്തിലാണ് ലിയാങ് വെൻഫെങ് എന്ന 40-കാരൻ ഈ പറഞ്ഞ സയന്റിഫിക് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് സ്ഥാപിക്കുന്നത്. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഡീപ്സീക്ക് സൃഷ്ടിച്ച തരംഗം ചെറുതല്ല. ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ ഡീപ്സീക്ക് US ആസ്ഥാനമായുള്ള ഓപ്പൺ AI പോലുള്ള AI കമ്പനികളെ വെല്ലുവിളിച്ച് അതിവേഗം ജനപ്രീതി നേടിക്കഴിഞ്ഞു. വെളിച്ചം കണ്ടപ്പോൾ മുതൽ ചൈനയുടെ സ്വന്തം ഡീപ്സീക്ക് പെർഫോമൻസിന്റെ കാര്യത്തിൽ മറ്റു മുൻനിര AI മോഡലുകളായ ChatGPT, ജെമിനി, ക്ലോഡ് എന്നിവയെ കടത്തിവെട്ടി. മുഴുവൻ ടെക് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ്സീക്ക് AI അസിസ്റ്റന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള സൗജന്യ ആപ്ലിക്കേഷനായി. ഇത് ChatGPTയെ പോലും മറികടന്നു. ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയുടെ നാഴികക്കല്ലാണ് ഈ സംഭവം എന്തായാലും. പക്ഷേ ഈ സംഭവ ബഹുലമായി മുന്നേറുന്ന ഡീപ്സീക്കിന്റെ പ്രൈവസി പോളിസി എങ്ങനെയാണ്? അവിടെയാണ് എല്ലാവർക്കും ടെൻഷൻ. പ്രത്യേകിച്ച് ഈ ഒരു ആപ്പിന്റെ ഡേറ്റ ശേഖരണ രീതികളെ സംബന്ധിച്ച്. ഇത് മാത്രമല്ല ആശങ്ക, മറ്റു മോഡലുകൾക്കുള്ള വെല്ലുവിളി, ചൈനയുടെ വളർച്ച തുടങ്ങി നിരവധിയുണ്ട് ആശങ്കകൾ. ഡീപ്സീക്കിന്റെ AI ആപ്പ് യൂസർ ഡേറ്റ, ചാറ്റുകൾ, അപ്ലോഡ് ചെയ്ത ഫയലുകൾ ചൈനയിലെ സെർവറുകളിലേക്ക് അയക്കുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആക്കാം, ചാറ്റ്സ്, സെർച്ച് ഹിസ്റ്ററി, അപ്ലോഡ് ചെയ്ത ഫയലുകൾ എന്നിവ ഉൾപ്പെടെ സകലതും ശേഖരിക്കപ്പെടുന്നു. എന്നിട്ടോ ഈ ഡേറ്റ ചൈനയിൽ സ്റ്റോർ ചെയ്യുന്നു. ആപ്പിന്റെ ക്രമീകരണങ്ങളിലൂടെ യൂസേഴ്സിന് അവരുടെ ചാറ്റ് ഹിസ്റ്ററി ഇല്ലാതാക്കാൻ കഴിയുമെങ്കിലും ഓട്ടോമാറ്റിക്കായി ശേഖരിക്കപ്പെടുന്ന ഡേറ്റ, അങ്ങനെ ഒരു സാധ്യത, ഇതിനെക്കുറിച്ചാണ് ശരിക്കും ആശങ്ക. ഡീപ്സീക്കിന്റെ തന്നെ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ തന്നെ ഹെഡ്ജ് ഫണ്ട് എന്ന സ്ഥാപനത്തിന്റെ പിന്തുണയോടെയാണ് ഓപ്പൺ സോഴ്സ് ജനറേറ്റീവ് AI മോഡൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഡീപ്സീക്ക് ചാറ്റ് ശൈലിയിലുള്ള സംഭാഷണങ്ങളിലൂടെ AIയുമായി സംവദിക്കാൻ യൂസേഴ്സിനെ അനുവദിക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനോ വെബിൽ എന്തെങ്കിലും തിരയുന്നതിനോ ആപ്പ് ഉപയോഗിക്കാമെങ്കിലും അമേരിക്കൻ മാസിക ദ വയേർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇത് യൂസേഴ്സിൽ നിന്ന് വിപുലമായ ഡേറ്റ ശേഖരിക്കുകയും ചെയ്യുന്നു. ഈ ഡേറ്റയുടെ മെജോറിറ്റിയും ചൈനയിലെ സെർവറുകളിലേക്ക് എത്തുന്നു. ശേഷം കമ്പനിയുടെ പ്രൈവസി പോളിസി അനുസരിച്ച് സംഭരിക്കപ്പെടുന്നു. ഉപയോഗിക്കുന്ന ആളുടെ ഡിവൈസ് ഏത് തരമാണെന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, IP അഡ്രസ്, കീ സ്ട്രോക്ക് പാറ്റേൺസ് എന്നിവ പോലുള്ള ബേസിക് വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നൽകുന്ന ഇമെയിൽ അഡ്രസ്സുകളും ഫോൺ നമ്പറുകളും തുടങ്ങിയ ഡീറ്റെയിൽസും ഈ ആപ്പ് ശേഖരിക്കുന്നു. ശരിക്കും ഈ വിപുലമായ ഡേറ്റ ശേഖരണം ഡീപ്സീക്കിന് മാത്രമുള്ളതല്ല. പല AI പ്ലാറ്റ്ഫോമുകളും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സമാനമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഡീപ്സീക്കിനോടുള്ള ആശങ്ക അതിന്റെ ഡേറ്റ ചൈനയിലേക്ക് എത്തുന്നു എന്ന വസ്തുതയിലാണ്. ഡീപ്സീക്കിന്റെ യഥാർത്ഥ നേട്ടം എന്താണെന്ന് വെച്ചാൽ അതിന്റെ US എതിരാളികൾ ചെലവഴിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഉപയോഗിച്ച് ഈ അത്യാധുനിക AI മോഡൽ വികസിപ്പിക്കാനുള്ള കഴിവിലാണ്. ഓപ്പൺ AIയുടെ GPT-4ന്റെ വികസനത്തിന് $100 മില്യൺ ചിലവായി. അതേസമയം ഡീപ്സീക്ക് V3ക്ക് $5.6 മില്യൺ മാത്രമാണ് ചെലവഴിച്ചതെന്ന് ഡീപ്സീക്ക് അവകാശപ്പെടുന്നു. AI മേഖലയിലെ പുതുമകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഓപ്പൺ AI, ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ഭീമന്മാരുമായി ഇതുവരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നേതാവായിരുന്നു US. ആളുകളെ ജെൻ AIയുമായി പരിചയപ്പെടുത്തുന്നത് മുതൽ AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണങ്ങൾ വരെ എല്ലാ സംഭാഷണങ്ങളുടെയും കാതൽ US ആസ്ഥാനമായുള്ള ടെക് കമ്പനികളായിരുന്നു. ഇവയായിരുന്നു മുന്നിൽ. കുറഞ്ഞ ബഡ്ജറ്റും പഴയ ഹാർഡ്വെയറും ഉണ്ടായിരുന്നിട്ട് പോലും കോഡിംഗ്, കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ്, സോഫ്റ്റ്വെയറിലെ ബഗുകൾ തിരിച്ചറിയുക എന്നിങ്ങനെയുള്ള പ്രധാന മാനദണ്ഡങ്ങളിൽ GPT-4 പോലുള്ള US മോഡലുകളെ ഡീപ്സീക്ക് V3 മറികടന്നു കഴിഞ്ഞു. ഡീപ്സീക്കിന്റെ വളർച്ച USനെ മാത്രമല്ല, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ടെക് കമ്പനികളെ പിടികൂടിയിട്ടുണ്ട്. US വിപണിയിലും ഡീപ്സീക്ക് ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ഡീപ്സീക്കിന്റെ വളർച്ച കണ്ട് നിക്ഷേപകർ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. ആ ഒരു പ്രതികരണം ആഗോളതലത്തിൽ ടെക് സ്റ്റോക്കുകളിൽ ഗണ്യമായ ഇടിവിന് കാരണമായിട്ടുണ്ട്, പ്രത്യേകിച്ച് US-ൽ. ഡീപ്സീക്കിന്റെ നേട്ടം US, യൂറോപ്യൻ ടെക് ഓഹരികൾക്ക് $1 ട്രില്യൺ നഷ്ടമുണ്ടാക്കിയതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. നാസ്ഡാക്ക് 100ന്റെ ഫ്യൂച്ചർ ഏകദേശം 4% വരെ ഇടിഞ്ഞു. AI ചിപ്പ് മേക്കർ എൻവിഡിയയുടെ ഓഹരികൾ 11%-ലധികം ഇടിഞ്ഞിട്ടുണ്ട്. ഒരാക്കിളിന് 8.5% ഇടിവുണ്ടായി. AI ഡേറ്റ അനലിറ്റിക്സ് കമ്പനിയായ പലന്തിറിന് 6.5%വും പ്രീ മാർക്കറ്റ് ട്രേഡിംഗിൽ നഷ്ടമായിട്ടുണ്ട്. യൂറോപ്പിൽ തായ്വാനിലെ TSMC, ഇന്റൽ, സാംസങ് എന്നിവയെ ഉപയോക്താക്കളായുള്ള ASML ഏകദേശം 7.5% ഇടിഞ്ഞു. സീമെൻസ് എനർജിക്ക് ഏകദേശം 18% നഷ്ടം സംഭവിച്ചിട്ടുണ്ട്.